ആക്ടറിൻ്റെ പെർഫോമൻസിനെ, ക്യാരക്ടറിനെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആ ആക്ടറിന് അഭിനയത്തോടും സിനിമയോടുമുള്ള ഒരു പാഷനാവാം, സ്നേഹമാവാം. അതുപോലുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് വൺ ലൈനിൽ ചേരുന്നത്. സോ ഇറ്റ്സ് മീ ഷാലൻ സണ്ണി ഓൺ വൺ ലൈൻ. എന്ത് വേണമെങ്കിലും ചെയ്യാം, കൈ കിട്ടുന്ന സാധനം വേണേൽ വാരി എറിഞ്ഞോ, പക്ഷെ അച്ഛനാണ് എന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ടാവണം. തെറി വിളിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരെയൊക്കെ നമ്മൾ വഴക്കിട്ട് തെറി വിളിക്കുന്ന പോലെ വിളിക്കാനും പറ്റില്ല. എനിക്ക് ആ ഒരു സീനിലെ ചിരി വന്നത്, അത് വിളിക്കുന്ന രീതി ആയിട്ടപ്പോൾ ഞാൻ ശരിക്കും തിയേറ്ററിൽ എല്ലാവരും ചിരിയായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ വിളിക്കാൻ പ്രാന്തൻ അങ്ങനെയൊക്കെയല്ലേ മാക്സിമം പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അത് വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, എന്നാൽ ഭയങ്കര പവർഫുൾ ആണെന്ന് പറയുന്നത് പോലെ ആണ് സച്ചേട്ടൻ്റെ എഴുത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ എല്ലാ സിനിമകളും, അപ്പോൾ സച്ചിൻ്റെ അനാർക്കലി ആണെങ്കിലും എല്ലാ സിനിമകൾ കണ്ടാലും നമുക്ക് ഹ്യൂമർ വേർഷനുള്ള സിനിമകൾ കണ്ടാൽ പോലും നമുക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര വലിച്ചു നീട്ടിയൊന്നും പറയില്ല, വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. മമ്മൂക്കയുടെ ഒരു സിനിമ കണ്ടാലും നമ്മൾ മമ്മൂക്കയെ മറന്നുപോകും. നമ്മൾ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നമുക്ക് മമ്മൂക്കയാണ് ഇത് ചെയ്യുന്നത്. നമ്മളൊരു സിനിമയുടെ ഒരു 10 മിനിറ്റ് മമ്മൂക്ക സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് വിടും. നമ്മൾ പിന്നെ ആ ക്യാരക്ടറിനെ കിട്ടുന്നത് അത് മമ്മൂക്കയുടെ ഒരു വലിയൊരു മാജിക്കാണ്. കാരണം ഏത് സിനിമ എടുത്താലും അത് അത്രത്തോളം സ്റ്റഡി ചെയ്ത് ഇപ്പോഴും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ചട്ടമ്പിനാടിൻ്റെ ലൊക്കേഷനിൽ ഞാൻ അമ്മയുടെ കൂടെ പോകുമ്പോൾ അമ്മയുടെ അടുത്ത് മമ്മൂക്കി ഇങ്ങോട്ട് വന്നിട്ട് അപ്പൂപ്പൻ ചെയ്തിട്ടുണ്ട് പണ്ട് പഴശ്ശിരാജ. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും കാസറ്റ്സ് ഉണ്ടോ, ഇതുണ്ടോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും റെഫറൻസ് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും സ്റ്റഡി ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും. ഹായ് എവരിവൺ, എല്ലാവർക്കും വൺ ലൈനിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആക്ടർ അനു മോഹനാണ്. സർ, വെൽക്കം ടു വൺ ലൈൻ. ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായത് വിലായത് ബുദ്ധ എന്ന സിനിമയാണ്. അപ്പോൾ അതിൽ അനി എന്നുള്ളൊരു ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്ത് നോക്കുകയാണ്, ഇപ്പോൾ വിലായത് ബുദ്ധ തൊട്ട് പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെപ്തുള്ള കഥകളാണ് ചെയ്തിരിക്കുന്നത്, ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ശരിക്കും ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ടോട്ടൽ സിനിമ കേൾക്കുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടുക, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുള്ളൊരു ധാരണ വരിക എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത്. പിന്നെ എൻ്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ആ സിനിമയിൽ ആ ക്യാരക്ടർ ഇല്ലെങ്കിലും ആ സിനിമ മുന്നോട്ട് പോകുമെങ്കിൽ പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു സാധനം ചൂസ് ചെയ്യാറില്ല. അപ്പം ഇപ്പോൾ ഒരു സീനിലുള്ളെങ്കിൽ പോലും ആ ടോട്ടൽ സിനിമയിൽ ആ ക്യാരക്ടറിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു കഥാഗതിയിൽ ക്യാരക്ടറിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് മിക്കവാറും ചൂസ് ചെയ്യാറുണ്ട്. ക്യാരക്ടറും ഒപ്പം തന്നെ കഥയും. അതെ, കാരണം അന്നല്ലേ നമ്മൾ മനസ്സിൽ നിൽക്കുള്ളൂ. നമ്മൾ ഒരു മൊത്തം സിനിമ കാണുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ അയ്യപ്പനും കോശിയും പോലുള്ള സിനിമകളിലൊക്കെ ഒരു സീനിൽ വന്നുപോയ ആൾക്കാർ വരെ നമ്മൾ ഓർത്തിരിക്കുന്നതിൻ്റെ റീസൺ അതാണ്. കാരണം ആ എഴുത്തിൻ്റെ ഗുണമുണ്ട്, ആ കഥയിൽ ആ കഥാപാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കിട്ടി കഴിയുമ്പോൾ നമ്മളൊരു ആക്ടർ ടു ക്യാരക്ടർ ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് ശരിക്കും നടത്തുന്നത്? എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ട്? ഇപ്പോൾ ഒരു ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്? എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഒരു ഒബ്സർവേഷൻ ആയിരിക്കാം ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള? അതിപ്പോൾ ചില ക്യാരക്ടേഴ്സ് ഈ പറയുന്നത് പോലെ ഇപ്പോൾ അയ്യപ്പനും കോശിയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പോലീസ് ക്യാരക്ടർ ചെയ്യുന്ന സിനിമ അതായിരുന്നു. പക്ഷേ പറയുകയും ചെയ്തു, ഒരു ഐഡന്റിറ്റി കിട്ടിയൊരു. അതെ, പക്ഷേ അതിൽ സച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ അങ്ങനെ ഒരു പോലീസുകാരനെ നോക്കണ്ട, ഒരു പോലീസ് സിനിമകളും കാണരുതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് ഓരോ സിനിമയിൽ നമ്മൾ ഡിസ്കഷനിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താണ് ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. മെയിൻലി നമ്മളത് നിരന്തരം സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഡിസ്കഷനിലിരിക്കുമ്പോഴും ക്യാരക്ടറിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് മനസ്സിൽ കയറുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ഥലവും പിന്നെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നിൽക്കുന്ന വീട്, നമ്മൾ ലൊക്കേഷൻസ്, കോസ്റ്റ്യൂം, അപ്പം എല്ലാം കൂടെ വരുമ്പോൾ അത് നന്നാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ചലഞ്ചിങ് ആയിട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഇന്ന ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. എൻ്റെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം മുതൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിനയമോഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കുഞ്ഞിലെ. ഞാൻ തീവ്രം ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനത്തെ ഒരു പ്ലാൻ എൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ചെയ്തു വന്നപ്പോഴാണ് അതിനോട് ഇഷ്ടം കൂടുകയും പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാ ക്യാരക്ടറും ഇപ്പോൾ നാളെ ഒരു സിനിമ വരുമ്പോഴും അതെനിക്ക് പുതിയതാണ്. അപ്പം അത് എങ്ങനെ ചെയ്യുന്നൊരു ടെൻഷൻ അപ്പോഴും ഉണ്ട്. എനിക്കൊരു ആദ്യത്തെ 2 ദിവസം എടുക്കും ലൊക്കേഷനിൽ പോലും ഒന്ന് സെറ്റാവാൻ. അപ്പം ആദ്യത്തെ ദിവസം ഭയങ്കര പേടിയായിരിക്കും. അപ്പം പിന്നെ വിറച്ചൊക്കെ ആയിരിക്കും. ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് വരെ ഒരു ടെൻഷനാണ്. കാരണം അതിലായിട്ടൊന്ന് സിങ്ക് ആവാനുള്ളൊരു സ്വയം ഒരു മാനസികമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ 2 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും.
അപ്പം അത് എല്ലാത്തിലും ഉണ്ട്. അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞോളൂ. ഇപ്പോൾ സച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് അയ്യപ്പനും കോശിയും ഇപ്പോൾ വിലായത് ബുദ്ധി ആണെങ്കിൽ പോലും ഒരു ആ ഡയറക്ടറിനെ അല്ലെങ്കിൽ റൈറ്ററിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും സച്ചി സാർ? അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്തത് അയ്യപ്പനും കോശിയിലാണ്. പക്ഷേ ഇപ്പോൾ ഒരു 3 hours ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ നമുക്ക് 1 minute പോലും ഒരു അതിനകത്തൊന്ന് ഡിസ്ട്രാക്റ്റ് ആവാതെ ആ മൊത്തം സിനിമയിൽ ഇരിക്കാൻ പറ്റുക. അപ്പോൾ അതിനകത്ത് ചില ഡയലോഗ്സ് നമ്മൾ വീണ്ടും കാണുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. സാധാ സിനിമയിൽ 2-3 പാരഗ്രാഫിൽ പറയേണ്ട മാറ്ററാണ് സച്ചേട്ടൻ ചിലപ്പോൾ ഒരു 4 വരിയിൽ ഒതുക്കുന്നത്. പക്ഷെ അത് ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളാണ്. അപ്പം അതിനകത്ത് ബീച്ചേട്ടനും രാജുവേട്ടനും തമ്മിലുള്ള പോലീസ് സ്റ്റേഷനിലെ കോൺവെർസേഷൻസ് ഒക്കെ. അപ്പോൾ അതിലൊക്കെ ഒരു അയ്യപ്പൻ നായരുടെ ഒരു ബാക്ക് സ്റ്റോറി മൊത്തം ഒരു 4 വരിയിൽ ഒരു ഷർട്ട് മാറുന്ന ടൈമിൽ ബീച്ചേട്ടൻ പറയുന്ന ഡയലോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു മാജിക്കാണ് സച്ചേട്ടൻ്റെ. അതുകൊണ്ടാണ് അത് അത്രയും നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അത് പതിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റർ വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കാറ്. അപ്പം അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ് സച്ചേട്ടൻ്റെ. ഒരു വലിയൊരു കാര്യത്തിനെ ഒരു ചെറിയ ഡീറ്റെയിലിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കി തരിക എന്ന് പറയുന്നത് അത് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, എന്നാൽ ഭയങ്കര പവർഫുള്ളാണെന്ന് പറയുന്നത് പോലെ ആണ് സച്ചേട്ടൻ്റെ എഴുത്ത് എന്ന് പറയുന്നത്. ഞാൻ എല്ലാ സിനിമകളും, അപ്പോൾ സച്ചിൻ്റെ അനാർക്കലി ആണെങ്കിൽ എല്ലാ സിനിമകളും കണ്ടാലും നമുക്ക് ഹ്യൂമർ വേർഷനുള്ള സിനിമകൾ കണ്ടാൽ പോലും നമുക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര വലിച്ചു നീട്ടിയൊന്നും പറയില്ല, വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. അപ്പോൾ അത് ഭയങ്കര കുറുക്കി കൊള്ളുന്നത് പോലെയുള്ള ഡയലോഗുകളും ഒക്കെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സിനിമയിലെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പാണ് ശരിക്കും ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടേഴ്സിനോട് എങ്ങനെയാണ് ശരിക്കും അതൊരു കൺവേ ചെയ്യുന്ന രീതികളൊക്കെ? സച്ചേട്ടൻ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു ഡയറക്ടറിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചേട്ടൻ പോലെയായിരുന്നു. കാരണം ഞങ്ങളൊരു യാത്രയിലാണ് പരിചയപ്പെടുന്നത്. ഒരു പിക്കറ്റ് 43 ഷൂട്ടിൽ കൊച്ചി കാശ്മീർ യാത്രയിലാണ് ഞാൻ സച്ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇവിടുന്ന് കാശ്മീരിലേക്ക് പോയത്. അപ്പോൾ രാവിലെ ഒരു 6 മണി മുതൽ ഞങ്ങൾ അവിടെ ലൊക്കേഷനിൽ ശ്രീനഗർ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ബൈ റോഡ് ഒരു 4 hours പോകണം. അപ്പോൾ ഒരു രാത്രി വരെ ഒരു സമയം ഞാനും സച്ചേട്ടനും മാത്രം കിട്ടിയ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അന്ന് ആ ഒരു ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഭയങ്കരമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ലൊക്കേഷനിലാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഈ അടുത്ത സീൻ ഇതാണെന്നുള്ള അങ്ങനത്തെ ഡിസ്കഷൻസ് ഒന്നുമില്ല. അപ്പം CPO സുജിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സുജിത്തിൻ്റെ ബാക്ക് സ്റ്റോറിയാണ് പറയുന്നത്. നമ്മൾ സിനിമയിൽ ഡിസ്കസ് ചെയ്യാത്ത സുജിത്ത് എവിടെയാണ് ജനിച്ചത്, അവൻ്റെ അച്ഛനും അമ്മയാരായിരുന്നു, അവൻ ഏത് സ്കൂളിലാണ് പോയത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ആ സിനിമ തുടങ്ങുമ്പം അവൻ ഒരു പോലീസ് സ്റ്റേഷനിലാണ്. ആ പോലീസ് സ്റ്റേഷൻ വരെ എങ്ങനെ എത്തി എന്നുള്ളൊരു കഥ സച്ചേട്ടൻ എപ്പോഴും ഇങ്ങനെ അത് ഒരു ക്യാരക്ടറിനൊരു ബിഹൈൻഡ് ഒരു സീൻസും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ക്യാരക്ടറിന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതാണ്, അതെങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് സച്ചേട്ടൻ കൂടുതലും ഡിസ്കസ് ചെയ്യാറുള്ളത്. അത് ഇങ്ങനെ ഒരു ദിവസം ഇരുത്തി പറയുന്നല്ല. ചിലപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു അടുത്ത ഷോട്ട് സെറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയുന്നത്. പണ്ടത്തെ ഈ സുജിത്ത് അങ്ങനെയായിരുന്നു കേട്ടോ, പണ്ടൊരു ദിവസം സ്കൂളിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പറഞ്ഞാണോ. അപ്പോൾ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിലേക്ക്, അപ്പം അത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഒരു ബിഹേവിങ്. ഈ സീനിൽ നമ്മൾ ഡയലോഗ് പറയുമ്പോഴാണെങ്കിലും ഒക്കെ ആ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും, അത് ഗുണം ചെയ്യും എന്നുള്ളത് പറഞ്ഞു. പിന്നെ സച്ചേട്ടൻ്റെ ഒരു വോയിസ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും നാളെ ഇപ്പം ADs ഒക്കെ നാളെ ഇന്ന സീനാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ സീൻ നമ്പറിലുള്ളൊരു വോയിസ് ക്ലിപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ അത് ഹെഡ്സെറ്റിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ സച്ചേട്ടൻ അതേ മോഡുലേഷനിൽ ഓരോ ക്യാരക്ടറിൻ്റെയും സച്ചേട്ടൻ വായിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. അതൊരു റയർ പീസാണ്, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. ഇനാക്ട് ചെയ്ത് കാണിക്കുമായിരുന്നു അങ്ങനെ. സച്ചേട്ടൻ പിന്നെ സച്ചേട്ടൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നല്ല, നമ്മൾ അല്ലാതുള്ള ഡിസ്കഷനിലൊക്കെ സച്ചേട്ടൻ അത് ചെയ്ത് കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് കിട്ടും. അതിൻ്റെ ഒരു വലിയൊരു മാജിക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഓഫ് ഒരു സിനിമയാണെങ്കിൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഓരോ വ്യക്തികൾക്കും ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും, പേഴ്സ്പെക്റ്റീവ്സ് ആയിരിക്കും. അപ്പോൾ ഒരു സിനിമയിൽ ഒരു റിവ്യൂ വരുമ്പോൾ ഒരു പ്രേക്ഷകനെ, തിയേറ്ററിലേക്ക് എത്തേണ്ട പ്രേക്ഷകനെ വരെ ആ ഒരു റിവ്യൂ കൊണ്ട് ചിലപ്പം പിന്നിലേക്ക് വലിക്കാമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമേനെ റിവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എല്ലാത്തിലും ഉണ്ടല്ലോ. നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ വെറുതെ അവിടുത്തെ ഫുഡ് നല്ലതാണോ മോശമാണോ നമ്മൾ ചിന്തിക്കും, നമ്മൾ കഴിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. ഇപ്പം കമ്പാരിറ്റീവ്ലി ഇന്നത്തെ കാലത്ത്, പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ സ്കൂളിംഗ് ടൈമിലൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു മൊമെൻറ്റാണ് ഒരു ആഘോഷിക്കുന്ന ഒരു സമയം. അപ്പം ഇന്നതല്ല, ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഈവൻ ഒരു റീലിൻ്റെ ലെങ്ത്ത് പോലും 30 seconds ആണ്. 30 secondsൽ കൂടി ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ അവരപ്പം മാറ്റും. അപ്പം അത്രത്തോളം റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം ചൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ഈ പറയുന്നത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ അവരിലേക്ക് ഫോഴ്സ് ചെയ്ത് ഈ സംഗതികൾ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്.
നമ്മൾ പെട്ടെന്ന് ഒത്തിരി നാൾ കൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നിസ്സാരമായിട്ട് പിന്നെ അത് കാരണം അതിനകത്തൊന്നും ചെയ്യാനില്ല. കാരണം അത് അങ്ങനെയാണ്. നമ്മൾ ഈവൻ മൊബൈൽ, അതിൻ്റെ എക്സാമ്പിൾ അത് തന്നെയാണ്. മൊബൈൽ നമ്മളൊരു ഒരു 2 മണിക്കൂർ പണ്ട് നമ്മൾ എത്രയോ ദിവസങ്ങളെടുത്തൊരു ബുക്ക് വായിച്ചിരുന്നത് ഇപ്പോൾ 2 മണിക്കൂർ സിനിമ പോലും കാണും. അത് 2 മണിക്കൂറുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ 30 സെക്കൻഡ്സ് കഴിഞ്ഞ് ഒരു റീൽ പോലും പോയി കഴിഞ്ഞാൽ അപ്പോൾ സ്വൈപ്പ് ചെയ്ത് മാറ്റുക എന്നുള്ളൊരു, അപ്പോൾ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സിനിമ കാണുമ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറുള്ളത്. നമ്മളൊരു സിനിമ കാണുമ്പോൾ ചിലപ്പോൾ 3 ലെങ്ത് നോക്കാറില്ല. ആ സിനിമയിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ അത് തീരുന്നിടം വരെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരുന്ന് കാണുക എന്നുള്ളതാണ്. തിയേറ്ററിൽ പോയിരുന്ന് ആ ആസ്വാദനം എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് മാത്രമൊന്നുമല്ല. അതിനകത്ത് ഒരു ഫാമിലി ആയിട്ട് ഇപ്പോൾ പറയുന്നുള്ളൊരു ലുലു മോൾ പോലെ സ്ഥലത്ത് പോകണമെങ്കിൽ എത്ര എക്സ്പെൻസീവ് ആണ്. അവരൊരു ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സ്നാക്സ് വാങ്ങിക്കുക, ഇതെല്ലാം കഴിയുമ്പോൾ ഒരു 10,000 15,000 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഫാമിലിയുടെ തന്നെ സ്പെൻഡ് ആവുന്നത്. അപ്പോൾ അവർ നോർമലി ചിന്തിക്കും, നോർമലി അവർ നോക്കും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇങ്ങനത്തെ ഒരു ഇത് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും. അപ്പോൾ അത് ഒരു തെറ്റായ പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടും കണ്ടിട്ട് ഇപ്പം എല്ലാവരും കണ്ടതിന് ശേഷം ഒരു അഭിപ്രായം പറയുന്നതിന് തെറ്റില്ല. അപ്പോൾ കാണാത്തവരിലേക്ക് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ഒരു സാധനം പോകുന്നത് മോശമായിട്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു ആക്ടിങ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, ഫാക്ടേഴ്സുള്ള ഫാമിലി. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും അമ്മയാണെങ്കിലും ബ്രദർ ആണെങ്കിലും, ഇപ്പോൾ ഒരു ആക്ടിങ് സ്കൂളിൽ നിന്നാണെങ്കിലും പറയാം. ഇപ്പോൾ ഒരു ചെയ്യുമ്പോൾ ശരിക്കും ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓരോ ക്യാരക്ടറും ഇപ്പോൾ കമ്പാരിസൺ വരാം, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു പ്രഷറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? തുടക്ക സമയത്തുണ്ടായിരുന്നു. ഞാൻ തീവ്രം ചെയ്യുന്ന സമയത്തും അതിനോട് അഡ്മിറ്റ് ചെയ്ത സിനിമകൾ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ചിന്തയുണ്ട്. കാരണം ഒരു ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. കാരണം ഞാൻ കുഞ്ഞിലെ അമ്മയുടെ കൂടെയും ചേട്ടൻ്റെ കൂടെയൊക്കെ ലൊക്കേഷൻസിൽ പോയതുകൊണ്ട് യൂണിറ്റിലെ ചേട്ടന്മാരെയൊക്കെ മിക്കവാറും പരിചയം. കംഫർട്ടാണ്. അപ്പം അങ്ങനെ ഒരു അപരിചിതത്വം ഇല്ല. പക്ഷേ ഈ പറയുന്ന പോലെ അഭിനയിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും സംസാരിച്ചു തുടങ്ങുന്നത് അപ്പൂപ്പനുമായിട്ട് ഞാൻ പണ്ട് അങ്ങനെ കുറേ സംസാരിച്ചിട്ടുണ്ട്. അപ്പൂപ്പൻ ആരായിരുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അമ്മാവനിലേക്ക് വരും, പിന്നെ അമ്മയിലേക്ക് വരും, അച്ഛനിലേക്ക് വരും, ചേട്ടനിലേക്ക് വരും. അവസാനമാണ് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ പോകും. ഈ പ്രഷറെല്ലാം കൂടെ എനിക്ക് തുടക്കത്തിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഒന്നാമത് എനിക്ക് അഭിനയിക്കാനും ഒന്ന് സിങ്ക് ആവാൻ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ചിന്തകൾ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം കുളമായി കഴിഞ്ഞ് ഇവരെയൊക്കെ ഞാൻ പറയിപ്പിക്കുകയാണല്ലോ എന്നുള്ളൊരു തോട്ട് ആദ്യം പോയിരുന്നു. പക്ഷേ പോകെ നമ്മൾ കുറച്ചുകൂടെ ഒരു മെച്യൂർഡ് തോട്ടിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് കാലം ഞാൻ സിനിമ ചെയ്യാതിരുന്ന ഒരു സമയമുണ്ട്. അപ്പോഴത്തേക്ക് വന്നിട്ട് നമ്മളൊരു റിഫൈൻ അതല്ലല്ലോ. കാരണം അവർ അവരുടെ കാര്യങ്ങൾ ചെയ്തു, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. അത്രേ ഉള്ളൂ. ഒരു പഴഞ്ചൊല്ലില്ല, അച്ഛൻ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ് മോനെ തഴമ്പണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല. അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ചെയ്താലേ നമുക്ക് അടുത്ത സിനിമകൾ വരുള്ളൂ, നമുക്ക് ഇഷ്ടം സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത കിട്ടി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ആക്ടിങ് സ്കൂളെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അമ്മയുടെ അടുത്തു നിന്നാണെങ്കിലും ബ്രദറിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഒരു ആക്ടിങ് അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ സിനിമ സംസാരം വളരെ കുറവാണ്. കാരണം തിയേറ്ററിൽ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണും. തിയേറ്ററിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഒരു കാർ യാത്രയിലാണ് ആ സിനിമയെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്ത് വിടുക എന്നേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം ഒന്നും. ഈവൻ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിൽ പറയുന്നുണ്ടാവുക. അപ്പം അങ്ങനത്തെ ഒരു അഭിനയത്തെ പറ്റിയുള്ള ക്ലാസ്സുകളോ അല്ലെ സിനിമയെ പറ്റിയുള്ള ക്ലാസ്സുകളോ ഒന്നും, സിനിമ സംസാരം തന്നെ വളരെ കുറവാണ്. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുക. ഓക്കെ. ഇപ്പോൾ ഞാൻ വിലായത് ബുദ്ധ കണ്ടപ്പോൾ എനിക്ക് അതിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു സീനാണ് ഷമ്മി ചേട്ടനും സാറും കൂടെ രണ്ടുപേരും കൂടെ ഒരു തർക്കം വരുന്നുണ്ടല്ലോ, വഴക്കുണ്ടാക്കുന്ന ആ ഒരു സീന്. ആ ടൈമിൽ ഒരു കോ ആക്ടർ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അവരങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ ആ ഒരു റെസ്പോൺസ് തരിക എന്നുള്ളത്, ആ ഒരു സീൻ എടുക്കുന്ന ഒരു മൊമെൻറ്റ് ഓർമ്മയുണ്ടോ? അത് നമ്മൾ വായിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു എല്ലാവരുടെയും. കാരണം ഓപ്പോസിറ്റ് ഷമ്മിച്ചേൻ ഭാസ്കരൻ മാഷാണ്, അച്ഛനാണ്, ആ നാട്ടിലൊരു പ്രമാണിയാണ്, മാഷായിരുന്നു. അപ്പം അച്ഛനേക്കാൾ ഉപരി നാട് മൊത്തം ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. മക്കളെയൊക്കെ മറ്റേ വരച്ച വരയിൽ നിർത്തിയ ഭയങ്കര കർക്കശക്കാരനായ ഒരു അച്ഛനാണ്. അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഫിക്സഡ് പാറ്റേൺ ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാറ്റർ ഇതാണ്, ആ മരത്തിനോട് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പം അനിയെ സംബന്ധിച്ചോളം അനിക്ക് അമ്മയില്ല, അച്ഛനും മകനുമായിട്ടാണ് ആ വീട്ടിൽ വളരുന്നത്. സ്കൂളിംഗ് ടൈമിലൊക്കെ മാഷിൻ്റെ മോനായിട്ടും വലിയ വീട്ടിലെ കുട്ടിയായിട്ടൊക്കെ ഒരു മാനസികാവസ്ഥയിൽ വളരുന്നു. അവൻ്റെ ഒരു കറക്റ്റ് ഒരു ടീനേജ് പരിവെത്തുമ്പോഴാണ് അച്ഛൻ്റെ ഈ ഒരു ചീത്തപ്പേര് അത് ഫ്രീ ആയിട്ട് ഇവനും കിട്ടുന്നുണ്ട് ഇവൻ നാട്ടിൽ പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. ഇവൻ പല സ്ഥലങ്ങളിലും ഇവൻ്റെ ഒരു പ്രൊഫഷണൽ ഏരിയയിലേക്ക് കയറുന്ന ഒരു ഏജാണല്ലോ.
അപ്പോൾ അവൻ എവിടെ പോയാലും ഈ സാധനം ഫേസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ അത് അച്ഛൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാതിരുന്ന ഒരു പൊട്ടുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ ജയൻ ചേട്ടൻ അത് ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ടൊരു ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഒരു പ്ലേ ചെയ്യാൻ കിട്ടിയത് ആ ഒരു മുറ്റമാണ്, ആ വീടിൻ്റെ മുറ്റം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മുറ്റം മൊത്തം നിൻ്റെയാണ്, നീ എങ്ങോട്ട് വേണമെങ്കിലും ഓടി, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കൈ കിട്ടുന്ന സാധനം വേണേൽ വാരി എറിഞ്ഞോ. പക്ഷേ അച്ഛനാണ് എന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ടാവണം. തെറി വിളിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരെയൊക്കെ നമ്മൾ വഴക്കിട്ട് തെറി വിളിക്കുന്ന പോലെ വിളിക്കാനും പറ്റില്ല. എനിക്ക് ആ ഒരു സീനിലെ ചിരി വന്നത്, അത് വിളിക്കുന്ന രീതി കേട്ടപ്പോൾ ഞാൻ ശരിക്കും തിയേറ്ററിൽ എല്ലാവരും ചിരിയായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ വിളിക്കാൻ പ്രാന്തൻ അങ്ങനെയൊക്കെയല്ലേ മാക്സിമം പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അത് ഞങ്ങളത് ഇത് കഴിഞ്ഞ് വന്നിരുന്നിട്ട് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ അത് തന്നെ ഇരുന്ന് റിപ്പീറ്റ് അടിച്ചിരുന്ന് പറയായിരുന്നു. ഭയങ്കര രസം ഉണ്ടായിരുന്നത് കേൾക്കാൻ. കാരണം ഒന്ന് ഈ ഒരു ഇമോഷൻ ബേസ്റ്റ് ആവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ ജയൻ ചേട്ടൻ തന്ന ഒരു ഫ്രീഡം ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തു. പിന്നെ ഷമി ചേട്ടൻ ഈ പറയുന്ന പോലെ ഞാൻ ഏറ്റവും കൂടുതൽ ആ സിനിമയിൽ ലൊക്കേഷൻ സ്പെൻഡ് ചെയ്ത ഷമി ചേട്ടനോട്ടാണ്. ഷമി ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം നമ്മൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിക്കും, എവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. ഷമി ചേട്ടൻ്റെ സ്കൂളിങ് കാര്യങ്ങളും നാടക കാര്യങ്ങളും ഡബ്ബിങ്ങിൻ്റെ കാര്യങ്ങളും പിന്നെ ഭയങ്കര ഒരു ഫ്രീഡം, ഒരു കറക്റ്റ് ഒരു അച്ഛൻ മകൻ വൈബ് ഞങ്ങൾക്ക് ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴും ഷമി ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, നീ വേണം എൻ്റെ കോളർ പിടിച്ചോ, നീ എന്നെ ഇങ്ങനെ ഇടിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഷമി ചേട്ടൻ്റെ റിയാക്ഷൻ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയത്. ഷമി ചേട്ടൻ അങ്ങനെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ എനിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ ഉണ്ടായ ഒരു സീനാണ്. ആ സീൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴാണ് ഓക്കെ ഈ സീൻ ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലായത് ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഇപ്പം എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഗതിയാണ് ഡബ്ബിങ്. കാരണം നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, നമ്മൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ത്രോട്ടും വേരിയേഷൻസൊക്കെ അങ്ങനെ വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു റൂമിൽ ഇതേപോലെ ഭയങ്കര സൈലൻ്റായിട്ട് AC ഉള്ള റൂമിൽ ഒറ്റയ്ക്ക് നിന്നിട്ടാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഇപ്പോഴും. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യും, അതിനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതൽ നന്നായി വരുന്നത്. ഷമി ചേട്ടൻ പറയുന്നുണ്ട്, നമ്മൾ ഇമോഷൻ ചെയ്യുമ്പോൾ ചില സംഗതികൾ മൈക്കിൻ്റെ ഈ സൈഡിൽ നിന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ അത്രത്തോളം ഡീറ്റെയിലിങ്ങിലേക്ക് എനിക്ക് അത് പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ളവർ ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഓക്കെ എന്നുള്ളൊരു സാധനം അത് മനസ്സിലാവുന്നത്. അല്ലാതെ ഞാൻ വളരെ നോർമലായിട്ട് ഞാൻ എങ്ങനെയാണോ അന്ന് അഭിനയിച്ചത് ആ ഒരു ചിന്ത മനസ്സിലേക്ക് എടുത്തിട്ട് ചെയ്യാറാണ് പതിവ്. ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതിൽ കുറേ സ്കെച്ചസ് കണ്ടു, ഡ്രോയിങ്സ് കണ്ടു. ശരിക്കും ഈ ഡ്രോയിങ്സ് എനിക്ക് ഡ്രോയിങ് ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ കേട്ടോ. കാരണം എല്ലാവർക്കും കിട്ടണ അങ്ങനെയല്ല, ഇതൊരു ഗിഫ്റ്റ് അല്ലല്ലോ. അപ്പോൾ അത് ശരിക്കൊരു റിലാക്സേഷൻ ആണോ അതോ എന്താണ് ശരിക്കും ഒരു ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ശരിക്കും സാറിന് വരുന്നത്? അങ്ങനെ ചോദിച്ചാൽ സത്യം പറഞ്ഞ ഒരു മെഡിറ്റേറ്റിംഗ് അവസ്ഥ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ചില 4-5 മണിക്കൂറൊക്കെ ഇരിക്കും. പക്ഷേ നമ്മൾ വരച്ച് കഴിഞ്ഞിരിക്കുന്ന ടൈം നോക്കുമ്പോഴാണ് ഞാൻ ഇത്രയും നേരം ഇരുന്നിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സമയം പോകുന്നത് ഭയങ്കര അത് എന്താണെങ്കിലും അത് ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഹൈ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ ചിലപ്പോൾ രാത്രിയിൽ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പം എനിക്ക് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ടിരുന്ന് വരയ്ക്കാൻ പറ്റും. ഒരു വെളുപ്പിന് 3 മണി 4 മണിയാകുമ്പോൾ ചിലപ്പോൾ വരച്ച് തരും. പ്രത്യേകിച്ച് കോവിഡ് ടൈമിലായിരുന്നു ഞാനത് കൂടുതലും വെറുതെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം വരയ്ക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഇവൻ പഠിച്ചതും അത് തന്നെയാണ്. ഞാൻ പ്രൊഡക്റ്റ് ഡിസൈനിങ്ങാണ് പഠിച്ചത്. അപ്പം വരപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് ഞാൻ പഠിച്ച് വർക്ക് ചെയ്തതും. അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വന്നപ്പോഴാണ് അത് റിസൈൻ ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അത് ചെയ്യാറുണ്ട്. അതൊരു ഭയങ്കര ഒരു മൈൻഡിനെ ഫ്രീ ആക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ചട്ടമ്പി നാട്ടിൽ അതിൽ മമ്മൂക്കയുടെ ബാല്യകാലം ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഡിസംബർ 5-ാം തീയതി കളങ്കാവ് റിലീസാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല വേഷപ്പകർച്ചകളും നമ്മൾ കണ്ട് ഞെട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ എന്താണ് പ്രതീക്ഷ? അയ്യോ, അത് മമ്മൂക്കയുടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷ. കാരണം ഇത്രത്തോളം വേരിയേഷൻ ചെയ്യുന്ന ഒരു ആക്ടർ, നമുക്ക് എപ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമ കണ്ടാലും നമ്മൾ മമ്മൂക്കയെ മറന്നു പോകും. നമ്മൾ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നമുക്ക് മമ്മൂക്കയാണ് ഇത് ചെയ്യുന്നത്. നമ്മളൊരു സിനിമയുടെ ഒരു 10 മിനിറ്റ് മമ്മൂക്ക സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് വിടും. നമ്മൾ പിന്നെ ആ ക്യാരക്ടറിനെ കിട്ടുന്നത് അത് മമ്മൂക്കയുടെ ഒരു വലിയൊരു മാജിക്കാണ്. കാരണം ഏത് സിനിമ എടുത്താലും അത് അത്രത്തോളം സ്റ്റഡി ചെയ്ത് ഇപ്പോഴും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ചട്ടമ്പിനാടിൻ്റെ ലൊക്കേഷനിൽ ഞാൻ അമ്മയുടെ കൂടെ പോകുമ്പോൾ അമ്മയുടെ അടുത്ത് മമ്മൂക്ക ഇങ്ങോട്ട് വന്നിട്ട് അപ്പൂപ്പൻ ചെയ്തിട്ടുണ്ട് പണ്ട് പഴശ്ശിരാജ.
അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും കാസറ്റ്സ് ഉണ്ടോ, ഇതുണ്ടോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും റെഫറൻസ് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും സ്റ്റഡി ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട സംഗതികൾ തന്നെയാണ്. മമ്മൂക്ക പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ ഒരു ആക്ടറിനെ അല്ല അവിടെ കാണേണ്ട ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിനെ, കഥാപാത്രത്തെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇനി മുന്നോട്ടുള്ള പ്രൊജക്ട്സ് ഏതൊക്കെയാണ് ഇനി വരുന്നത്? ഇപ്പം ഷൂട്ട് നടക്കുന്നത് ഒറ്റക്കൊമ്പ് എന്ന് പറയുന്ന പടമാണ് സുരേഷ് ഖാൻ്റെ. അതിൻ്റെ റിലീസ് ചെയ്യാനുള്ളത് ഞാനും ശ്രീനാഥ് ബാസിയും കൂടെ അഭിനയിച്ച വികാരം എന്ന് പറഞ്ഞൊരു സിനിമ. ബാക്കി കഥകൾ കേൾക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആക്ടറിനെ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ആക്ടറിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കൊടുക്കാൻ പറ്റുന്നത്? ആക്ടറിന് ഡെഫിനിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞത് അല്ലാതെ അത് ഈ പറയുന്ന റിഫ്ലക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഒരു ഓഡിയൻസ് ഒരു സിനിമ കാണുമ്പോൾ ഒരു കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ കഥാപാത്രമാണെന്ന് ബിലീവ് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ. അത് സാധാരണക്കാരനായിക്കോട്ടെ, ചിലപ്പോൾ റോഡിൽ കൂടെ വെറുതെ നടന്നു പോകുന്ന ഒരാളാണെങ്കിൽ വെറുതെ നടന്നു പോകുന്നതായിട്ടും അത് അഭിനയിക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം പോയി. അപ്പം ആ ഒരു നാച്ചുറൽ പരിപാടി കൺവേ ചെയ്യുക, അതിഭാവുകത്വമില്ലാതെ വളരെ ലൈറ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു ആക്ടറിൻ്റെ ഒരു പരിപാടിയും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ പഴയ സിനിമകൾ കാണുമ്പോൾ ഇപ്പോൾ അപ്പൂപ്പൻ ചെയ്ത ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതിനകത്ത് ഭയങ്കര ഒരു റിയലിസ്റ്റിക് പരിപാടിയാണ്. സത്യമാഷ് ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ബിഹേവിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് കുറേ കൂടെ എക്സാജറേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് പോലും അവർ എത്രത്തോളം ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട് പണ്ട്. അപ്പം അത് റിഫൈനായി ഇപ്പം കുറേ കൂടെ നമുക്ക് നാച്ചുറലി അത് ടെക്നിക്കൽ സൈഡിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ട്. അപ്പം അത് തന്നെയാണ് ഒരു നല്ലൊരു ആക്ടർ ആവുക, അല്ലെങ്കിൽ നല്ല പിന്നെ ഇതെല്ലാം സംഭവിക്കണം. ഇത് നമ്മളിതൊക്കെ പറയാനെങ്കിൽ നല്ല സിനിമകൾ സംഭവിക്കണം, നല്ലപോലെ അത് ഷൂട്ട് ചെയ്യപ്പെടണം, നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം. അത് എത്ര നല്ലതാണെങ്കിലും അത് ഓഡിയൻസിലേക്ക് എത്തണം, അവർ കാണണം. ഇതൊക്കെ സംഭവിച്ചാൽ ഇതെല്ലാം നല്ലതാണ് മോശമാണെന്നുള്ളൊരു ഡെഫിനിഷനിലേക്ക് എത്താൻ പറ്റും. ഇനി മുന്നോട്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വരട്ടെ, നമുക്കതുപോലെ നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.